മുട്ടടയിൽ നിന്ന് വിജയിച്ച UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷ് സി മലയാളം ന്യൂസ് പഞ്ചേരിയാണ്. ആദ്യത്തിന് ഈ വിജയത്തിന് നന്ദി ആരോടാണ് പറയുന്നത്? തികച്ചും ആദ്യം തന്നെ നന്ദി പറയേണ്ടത് മുട്ടടയിലെ സാധാരണക്കാരായ ജനങ്ങളോടാണ്. പിന്നീട് നന്ദി പറയേണ്ട ഒന്നാമതായിട്ട് നിൽക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും. കാരണം എന്നെ വളരെ നന്നായി കേട്ടു, എൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് എനിക്ക് മത്സരിക്കാനുള്ള അനുമതി നൽകുന്നത്. എനിക്ക് വേണ്ടി അവിടെ അപ്പിയർ ചെയ്ത ഹൈക്കോടതി വക്കീല് ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് പൂന്തോട്ടം സാറ്, പിന്നെ എൻ്റെ എല്ലാ കാര്യത്തിനും എന്നെ സഹായിച്ച, എനിക്ക് 24/7 അവൈലബിളായി നിന്ന പ്രിയപ്പെട്ട മൃദുലേട്ടൻ, അഡ്വക്കേറ്റ് മൃദുൽ ജോൺ തുടങ്ങി പാർട്ടി, അതായത് UDF ഒന്നടങ്കം ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ റിസൾട്ടായാണ് ഇന്നിവിടെ ഈ ഒരു വിജയത്തിൽ സന്തോഷിച്ച് നിൽക്കുന്നത്. എല്ലാ ലീഡർഷിപ്പിലുള്ള എല്ലാവരും നമ്മൾ അത്രയധികം സപ്പോർട്ട് ചെയ്തു, എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തു. എല്ലാവരും നമ്മളെ കൂടെ എല്ലാ സാഹചര്യങ്ങളിലും നിന്നു. അപ്പോൾ അവരെല്ലാവരുടെ സപ്പോർട്ടും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വിജയത്തിലേക്ക് എത്തി നിൽക്കുന്നത്. കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു വൈഷ്ണവ് സുരേഷിൻ്റെ. അത് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലാണ് ബാധിച്ചത്? തെരഞ്ഞെടുപ്പിനെ ബാധിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാർ ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നന്ദി പറയേണ്ട ഒരാളും കൂടിയുണ്ട്, നമ്മുടെ KPCCയുടെ ഇലക്ഷൻ ഇൻചാർജ് ശ്രീ MK റഹ്മാൻ സാർ. പുള്ളിയാണ് എനിക്ക് നോമിനേഷൻ പോലും ഫില്ല് ചെയ്ത് തരുന്നത്. ഞാൻ രാവിലെ 7 മണിക്ക് നോമിനേഷൻ കൊണ്ട് ഫില്ല് ചെയ്യാൻ കൊടുക്കുന്നു, 9 മണിയോടുകൂടി ഫില്ല് ചെയ്ത് തരുന്നു, 12 മണിക്ക് ഞാൻ നോമിനേഷൻ സബ്മിറ്റ് ചെയ്യാണ്. അപ്പം അത്രയും ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്രയും സഹായം ചെയ്തു തന്ന പുള്ളിക്കും നമ്മൾ നന്ദി പറയാണ്ടിരിക്കുന്നത് വളരെ മോശമാണ്. എല്ലാ സാഹചര്യങ്ങളും എല്ലാവരും, ഒരാൾ പോലും നമ്മളെ സഹായിക്കാണ്ട് മാറി നിന്നിട്ടില്ല. അതിനെല്ലാം റിസൾട്ടായാണ് നമ്മൾ ഇന്നിവിടെ വിജയത്തിലേറി നിൽക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് റദ്ദാക്കുന്ന സമയത്തൊക്കെ ഭയങ്കര മാനസിക പ്രശ്നമായിരുന്നില്ലേ? എങ്ങനെയൊക്കെയാണ് മറികടന്നത്? സൈബർ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ പറഞ്ഞ പോലെ ഇവരെല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നമുക്ക് പ്രവർത്തിച്ചു, നമുക്ക് അത്രയും സപ്പോർട്ട് തന്നതുകൊണ്ടാണ് നമ്മൾ അതെല്ലാം ഫേസ് ചെയ്ത് മുന്നിലേക്ക് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പതറിപ്പോയേനെ. എല്ലാവരും തന്ന സപ്പോർട്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് അമ്മമാരുണ്ട്, വാർഡിലുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി തന്നെയാണ് വന്നത്. ഇത് പറയുമ്പോൾ കണ്ണ് നിറയുന്നുണ്ടോ സംശയം ഉണ്ടല്ലോ? ഇല്ല, ഇതൊരു ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ഞാൻ അന്നേ പറഞ്ഞൊരു കാര്യം, സത്യം ജയിക്കും എന്നുള്ളതാണ്. സത്യം ജയിച്ചു, ജനാധിപത്യം വിജയിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.